പ്രിയമുള്ളവരെ, 100% ജീസസ് വ്യത്യസ്തമായ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ അറിവുകളുമുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് വലിയ ജ്ഞാനം നമുക്കുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വിദ്യാഭ്യാസ മേഖലകളിലാകട്ടെ ഈ ലോകത്തിൻ്റെ മറ്റു തരത്തിലുള്ള എല്ലാ അറിവുകളും ഇന്ന് നമുക്കുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ വലിയ അറിവ് അവർക്ക് ഇന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ചെറിയ മൊബൈൽ കൊടുത്താൽ അതിൻ്റെ എല്ലാ സെറ്റിങ്സും ഇന്ന് പിറന്നു വീണ കുഞ്ഞിന് പോലും അറിയാം. അത്തരത്തിലുള്ള വലിയ നോളജ്, അത്തരത്തിലുള്ള അറിവിലേക്ക് ഇന്ന് നമ്മുടെ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു അറിവാണ് ദൈവവചനത്തെക്കുറിച്ച്. നമ്മുടെ ഉള്ളിൽ അറിവ് കുറഞ്ഞു വരുന്നു. ഒരു സ്ഥലത്ത് ലോകത്തെക്കുറിച്ചും ലോകത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ചും മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചു വരുന്നു. മറ്റൊരു സ്ഥലത്ത് ആത്മീയ തലത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കുറഞ്ഞു വരുന്നു. ഇതാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അപകടം. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായിട്ട് തീരും. ഈ ഒരു എപ്പിസോഡ് അതിന് കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന പ്രിയ കൂട്ടുകാരോട് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും, ലോകം മുഴുവനുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഈ 100% ജീസസ് എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിറഞ്ഞ കൈയടിയോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സന്തോഷമാണോ? ആർ യു ഹാപ്പി? ഉറക്കെ പറ, ആർ യു ഹാപ്പി? യെസ്. നമുക്ക് പലതിനെയും കുറിച്ച് അറിവുണ്ട് ഇല്ലേ? ഇന്ന് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക്, അതായത് LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇന്ന് എല്ലാ കാര്യങ്ങളും വലിയ അറിവുണ്ട്. ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അതിൻ്റെ അധിക സെറ്റിങ്സ് ഒന്നും അറിയില്ലായിരിക്കും. പക്ഷേ ഈ കുഞ്ഞു കുട്ടിക്ക് എല്ലാ സെറ്റിങ്സും അറിയാം. അവൻ ഗെയിം കളിക്കും, അവൻ വാട്സപ്പ് നോക്കും, അവൻ വീഡിയോ നോക്കും ഇല്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. എസ് ഓർ നോ? എസ് ഓർ നോ? യെസ്. സ്വന്തമായിട്ട് ഫോണുണ്ടോ? ഇല്ല. പക്ഷെ പപ്പയുടെ ഫോണൊക്കെ എടുത്ത് ഗെയിം കളിക്കൂലേ? പ്ലേ സ്റ്റോറിലൊക്കെ കയറി നല്ല ഗെയിമൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ നല്ല എല്ലാം ചെയ്യും. പക്ഷേ ഒന്ന് നോക്കിയേ, നമ്മുടെ ഈ തലമുറയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ നോളജ്, അറിവ്. ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ അറിവിൻ്റെ മേഖല വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് പറ്റുന്നൊരു അപകടം എന്ന് പറഞ്ഞാൽ, ഈ അറിവ് വളരുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു സംഭവമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരണു. എസ് ഓർ നോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയല്ലേ ഇത്? ശരിയാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ദൈവവചനത്തെക്കുറിച്ച് ഒരു അറിവുമില്ല, ഈശോയെക്കുറിച്ച് ഒരു അറിവുമില്ല. അതാണ് നമുക്ക് പല തകർച്ചയ്ക്കും കാരണമായിട്ട് മാറുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, എന്നാൽ ഈ 100% ജീസസ് എന്നീ പ്രോഗ്രാമിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ദൈവിക അറിവ് വർദ്ധിച്ചു വരണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ തിരുസഭയെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം വർദ്ധിച്ച് 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 വന്ന് ഈശോയുടെ പൊന്നു മക്കളായി മാറി നമ്മുടെ ഈശോയോടുള്ള സ്നേഹം എത്ര % ഉയരണം? നിങ്ങളൊന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, എത്ര %? അപ്പോഴാണ് 100% ജീസസ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് പല കുട്ടികളോടും അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും ഇല്ലേ? പറ്റില്ലേ? നമ്മുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റില്ലേ? അമേരിക്കയിൽ നിന്ന് എന്ത് നടന്നു കുട്ടികൾക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു 5 വചനമെങ്കിലും കാണാതെ അറിയുന്ന കുട്ടികളുണ്ടോ? നിങ്ങളുടെ ഇടയിലുണ്ട് ഇല്ലേ? നിങ്ങൾ ഈശോയുടെ നല്ല മക്കളാ. എന്നാൽ ചോദ്യം ഇതാണ്, ഒരു 5 വചനമെങ്കിലും കാണാതെ അറിയുന്ന കുട്ടികൾ ഇതിൻ്റെ അകത്തുണ്ടോ? നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അറിവുകളും ഉണ്ട്. ഇന്ന് നമുക്ക് ഫോണിലൂടെ അറിവുകളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ശരിയായി പഠിക്കേണ്ട ഒരു അറിവാണ് ഈശോയെക്കുറിച്ചുള്ള അറിവ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് ഇടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറയണം, ഈശോയെക്കുറിച്ച് നിനക്ക് നല്ല അറിവുണ്ടാകണം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, ഈശോയുടെ വചനം
നമ്മൾ ഭക്ഷിക്കണം. നിങ്ങൾ ഫുഡ് കഴിക്കാറില്ലേ? ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉറക്കെ പറ, എന്ത് സംഭവിക്കും? തളരും, വിശക്കും, പിന്നെന്താ പറഞ്ഞേ, തളർന്നു വീഴും, പല പല സംഭവങ്ങൾ സംഭവിക്കും ഇല്ലേ? ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് ഭ്രാന്ത് വരെയും വരും ഇല്ലേ? വീട്ടിൽ ചെന്നറിയാം, ഞായറാഴ്ചയൊക്കെ വീട്ടിൽ ചെന്നറിയാം, കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അമ്മേ എനിക്കെന്താ ഭക്ഷണം തരാത്തേ, ഇവിടെ എന്താ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ, ഇതെന്താ ഇവിടെ പരിപാടി? ചില കുട്ടികളുടെ അലർച്ച കേൾക്കണം, സിംഹം പോലും പേടിച്ചു പോകും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചേട്ടൻ തമാശ പറയണതല്ല, ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തും കുറേ കുട്ടികളുണ്ട്. അവരൊക്കെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അമ്മേനെ പിടിച്ച് പൊരിച്ച് വേണമെങ്കിൽ ബുൾസയായിട്ട് അടിക്കും. അത്രയ്ക്ക് വിശപ്പാണ് ചില സമയത്ത് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതേപോലത്തെ വിശപ്പ് നമുക്ക് ദൈവത്തോടുള്ള വചനം സ്വീകരിക്കാറുണ്ടോ? ആരൊന്നും മിണ്ടണിയില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കിട്ടാനുള്ള ആഗ്രഹം പോലെ തന്നെ ഈശോയുടെ വചനം കിട്ടാനും നമ്മൾ വിശക്കണം. ഉറക്കെ പറയാ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ വിശക്കുന്ന കുട്ടികളാണ് 100% ആയിട്ട് മാറണത്. അല്ലാത്തവരൊക്കെ 50 അല്ലെങ്കിൽ 10%. അവർക്ക് ഒരു വിശപ്പുമില്ല. എന്തിനെ കുറിച്ച്? ഈശോയുടെ വചനത്തെക്കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നല്ലൊരു കൈയടി കർത്താവിനൊന്ന് കൊടുത്തേ. എന്നിട്ട് ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട്, നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയണം, എന്തോരം വചനം നിനക്ക് ഭക്ഷിക്കാൻ പറ്റുമോ അത്രയും ഈശോ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞേ. എന്തുമാത്രം വചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നോ അത്രയും ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇന്ന് ആരാ പാട്ട് പാടാൻ വരുന്നേ? അവനാണ്. ആവാ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഉറക്കെ പറയാ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നന്നായിട്ട് പാടിയില്ലേ? നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്തേ. ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞേ. ഓക്കെ, കൊള്ളാം, നന്നായിട്ട് പാടിട്ടോ. വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? ഈശോ എന്തൊക്കെ കഴിവുകൾ തന്നിട്ടുണ്ട്? പാട്ട് മാത്രമല്ലാണ്ടൊന്ന് പറഞ്ഞേ. ഗിറ്റാർ വായിക്കാൻ അറിയാം. കീബോർഡ് വായിക്കാൻ അറിയോ? ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുന്നുണ്ട്. എത്രയല്ല പഠിക്കണേ? 8ല്. ഓക്കെ, അപ്പോൾ മോന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു കൈഡി ഒരിക്കൽ കൂടെ കൊടുക്കാം. ഓക്കെ, പോയി. എല്ലാവർക്കും സന്തോഷമല്ലേ? ആർ യു ഹാപ്പി? യെസ്. എങ്കിൽ എല്ലാവരും ഉറക്കിയെന്ന് പറഞ്ഞേ 100% ജീസസ്. പറഞ്ഞേ ഒരിക്കൽ കൂടെ 100% ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയുടെ മക്കൾ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം. ഒടിഞ്ഞു തൂങ്ങി ഈ കോഴിയുടെ തലയിൽ വെള്ളം വീണപ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയോ? കണ്ടോ? യുനോ കോഴി
യെസ്. കോഴീനെ കണ്ടിട്ടുണ്ടല്ലേ? ഈ കോഴിയുടെ തലയിൽ പണ്ടൊക്കെ ചേട്ടൻ്റെ വീട്ടിലും കോഴീനെ ഉണ്ടായിരുന്നു, വളർത്തും. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ് വെള്ളം അടിക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കോഴിയുടെ തലയിലേക്ക് ഒഴിക്കും. അപ്പോൾ കോഴിയുടെ തലയിൽ വെള്ളം വീഴുമ്പോൾ ഈ പപ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കോഴി ഇങ്ങനെ നനഞ്ഞിങ്ങനെ ഇരിക്കും. എന്നതുപോലെ ആകരുത് ഈശോയുടെ മക്കൾ. ചില കുട്ടികളുണ്ട്, എന്താ ഞാൻ നിങ്ങളെങ്ങനെയാണോ? അല്ല. ഈശോയുടെ മക്കൾ അങ്ങനെയാണോ? അല്ല. അവർ എനർജറ്റിക് ആണോ? അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പം നമ്മൾ ഒരു കുഞ്ഞ പാട്ട് പഠിക്കാൻ പോവാം. ആക്ഷൻ സോങ് ഇഷ്ടമാണോ? ആക്ഷൻ കളിക്കാറുണ്ടോ? ഈശോയ്ക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ആക്ഷൻ സോങ് പഠിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് നല്ലൊരു ആക്ഷൻ സോങ് പഠിക്കാം. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്. നമുക്കൊന്ന് പഠിപ്പിച്ചു തരാം ചേട്ടൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് യെസ് ലോർഡ്. എന്നിട്ട് ആമേൻ. എന്നിട്ട് ഉലാലാലാലാലാലാലാലാ പറഞ്ഞേ. ഉലാലാലാലാലാലാലാലാ. പാടിത്തരട്ടെ? നിങ്ങളൊന്ന് പാടാമോ? യെസ് ഓർ നോ? ഉറക്കെ പറ. യെസ് ഓർ നോ? യെസ്. ഇപ്പൊ ചേട്ടൻ കീബോർഡിൽ ഒന്ന് വായിച്ചു തരാം, പാടിത്തരാം. നമുക്കൊന്ന് പഠിച്ച് നല്ലൊരു ആക്ഷൻ ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം നന്നായിട്ട്. എല്ലാവരും ചേർന്ന് പാടണം. ചേട്ടൻ പാടി തരുമ്പോൾ ഒന്ന് ചേർന്നൊന്ന് പാടണം. റെഡി? യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ. ആമേൻ. വൺസ് അഗൈൻ. യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ. ആമേൻ. ഉലാലാലാ ഉലാലാലാലാലാലാലാലാ ഉലാലാലാലാലാലാലാലാ ഉലാലാലാലാലാലാലാലാ. ആമേൻ. പഠിച്ചോ? സിമ്പിൾ അല്ലേ? യെസ് ഓർ നോ? യെസ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും. നമുക്കൊന്ന് ആക്ഷൻ കളിക്കാം. ആക്ഷൻ ഇഷ്ടമാണോ? യെസ് ഓർ നോ? യെസ്. ഇപ്പം എസ് പറഞ്ഞ പോലെ കൈ ഒന്ന് പിടിച്ചെന്ന് എസ് പറഞ്ഞേ. യെസ്. എന്നിട്ട് ഒന്ന് ചേട്ടൻ കാണിക്കുന്ന പോലെ ലോഡ്. ആക്ഷനായി. ചേർന്ന് കാണിച്ചു നോക്കിയേ. യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ് ലോ, യെസ് ലോ, യെസ് ലോ, യെസ് യെസ്. കൈ കൂപ്പി പിടിച്ചേ. ആമേൻ ചെയ്തേ. കൊള്ളാം. എന്നിട്ട് ഉല്ലാലാലാലാലാലാലാ ഉല്ലാലാലാലാലാലാലാ ഉല്ലാലാലാലാലാലാലാ. ആമേൻ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈഡി കൊടുത്തേ. കൊള്ളാം. ഒരു 2 പേര് ഇവിടെ വന്ന് നിന്ന് ചെയ്യാൻ പറ്റുമോ? ആരൊക്കെ വരണേ? മോള് വരാം. പിന്നെ ആരാ? മോളും വരാം. അന്നോ പെട്ടെന്ന് വാ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. Okay. Yes Lord, yes Lord, yes yes Lord, yes Lord, yes Lord, yes yes Lord, yes Lord, yes Lord, yes yes Lord. Amen. Once again, yes Lord, yes Lord, yes Lord, yes yes Lord, yes Lord, yes Lord, yes yes Lord, yes Lord, yes Lord, yes yes Lord. Amen. Ula la la la. Ulla la 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 la. Ulla la 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 la. Ulla la 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 la. Amen. Clap your hands, clap your hands. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ. ലൗഡ്. എന്തതിശയമേ സ്നേഹം എത്ര മനോഹരമേ. യെസ് ലോർഡ്,
Yes, Lord. Yes, Lord. Yes, yes, Lord. Yes, Lord. Yes, Lord. Yes, yes, Lord. Yes, Lord. Yes, Lord. Yes, yes, Lord. ആമേൻ. ഒന്ന് പരസ്പരം മുഖത്തേക്ക് നോക്കി ചിരിച്ച് ഉലാലല ഉല്ലാലലലലലലലലല ഉല്ലാലലലലലലലല ഉല്ലാലലലലലലല. ആമേൻ. Once again, ആമേൻ. Amen. Once again. Amen. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിടതും വലതും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറയാം, യു ആർ എ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞേ. യു ആർ എ ബ്ലെസ്സിങ്. യു ആർ എ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. നിങ്ങൾ പോകല്ലേ. ഇവർക്ക് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓരല്ലോ നന്നായിട്ട് നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്തേ. ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞേ. ഗോഡ് ബ്ലെസ് യു. പോയിരുന്നോ? പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ഈശോ നൽകുന്ന വ്യത്യസ്തമായ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ആ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 11 തിരുവചനമാണ്. ആരാണ് വചനം വായിക്കണേ? മോൻ വാ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്താണ് വചനം പറയണത്? കർത്താവിനെതിരെ നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഈശോയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മോനെ, വചനം വായിച്ചിട്ട് എന്താ മനസ്സിലായതെന്ന് പറഞ്ഞേ. നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിൽ വചനം സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മുടെ മനസ്സിൽ നിന്ന് കഴുകി മാറ്റുകളയും. ഓക്കെ, നല്ലൊരു ആൻസറാണ്. നല്ലൊരു കൈ കൊടുത്തേ. അവൻ പറഞ്ഞ ആശയം നല്ലൊരു ആശയമാണ്. നമ്മൾ എന്തുമാത്രം വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അത്രയും പാപങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ ചെയ്തു പോകുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ അത് ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് കഴുകിക്കളയും. ഓക്കെ, നല്ല ആൻസറാണ്. പോയിരിക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. മക്കളെ, ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വചനമാണ്, കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്തുമാത്രം വചനം സൂക്ഷിക്കുന്നുണ്ടോ അത്രമാത്രം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ളൊരു കൃപ ഈശോ നൽകും. ഹല്ലേലൂയ. ആർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപത്തിന് പ്രവേശിക്കാൻ പറ്റില്ല. വചനം നമ്മുടെ ഉള്ളിലില്ലെങ്കിലോ എന്ത് സംഭവിക്കും? പാപം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിനൊരു മാറ്റവും ഇല്ല. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം വചനം തിങ്ങി 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 നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അത്രമാത്രം നമ്മളിൽ നിന്ന് പാപം അകന്നകന്നകന്നു പോകും. നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം വചനം ഇല്ലാതെ ആകുന്നുണ്ടോ അത്രമാത്രം പാപത്തിൻ്റെ സ്വാധീനം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. എങ്കിൽ ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ കൂട്ടത്തിൽ വചനം കാണാതെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ? മോൾക്കറിയോ? ഒരു വചനം ഒന്നൊന്ന് പറഞ്ഞേ. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. പ്രഭാഷകൻ 3:6. കൊള്ളാം, നല്ലൊരു വചനമാണ്. നല്ലൊരു ഗൈഡ് കൊടുത്തി ഒന്നൂടെ. കൊള്ളാം. മറ്റൊരു വചനം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മോനുണ്ട്. പറഞ്ഞോ. The helper, the Holy Spirit, whom the Father will send in my name, will teach you everything and make you remember all that I have told you. John 14:26. കൊള്ളാം. John 14:26. നല്ലൊരു വചനമാണത്. നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഇനി ശ്രദ്ധിക്കുക, ഈ കൂട്ടത്തിൽ ഒരു 5 വചനമെങ്കിലും കാണാതെ അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓളുണ്ട്. ആഹാ, കൊള്ളാം. ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് എൻ്റെ മതിയുണ്ട്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഇനി അങ്ങോട്ട് അറിയാം. ഇനി കുറേ വചനങ്ങൾ അറിയാം അല്ലേ? ഇനി അറിയാം അല്ലേ? പക്ഷെ നമ്മുടെ സമയം കുറവുകൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നില്ല. ഓക്കെ, മകൾക്ക് നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ.
കൊള്ളാം. മക്കളെ, നമ്മൾ എന്തുമാത്രം ഇതേപോലെ ബൈഹാർട്ടായിട്ട് വചനം പഠിക്കുന്നുണ്ടോ അത്രയും വചനം നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ച് ഓരോ സിറ്റുവേഷനിൽ നമ്മുടെ ഉള്ളിൽ ആ വചനം ഉണ്ടെങ്കിൽ ആ വചനം പൊങ്ങി വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ശ്രദ്ധിച്ചേ, എക്സാം എടുത്തു, ഭയങ്കര പേടി, പരീക്ഷയ്ക്ക് പഠിച്ചതൊക്കെ മറന്നു പോകണു. ഫിലിപ്പി 4:13 നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. എന്താണ് ആ വചനം? ഒന്ന് ഉറക്കെ ചേർന്നൊന്ന് പറഞ്ഞേ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. അപ്പോൾ പഠന മേഖലയിൽ നമ്മൾ വീക്കാകുമ്പോൾ നമ്മൾ ഈ വചനം എടുക്കണം. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്ത് സാധിക്കും? എനിക്ക് മാത്സ് പഠിക്കാൻ സാധിക്കും. എന്ത് സാധിക്കും? എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ സാധിക്കും. എന്ത് സാധിക്കും? എനിക്ക് ബയോളജി പഠിക്കാൻ സാധിക്കും, ഫിസിക്സ് പഠിക്കാൻ സാധിക്കും, ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും, മലയാളം പഠിക്കാൻ സാധിക്കും. എല്ലാം എനിക്ക് സാധിക്കും. എപ്പോ? പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുമ്പോൾ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ എന്തുമാത്രം വചനം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രയും വചനം നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം പഠിക്കണം, വചനം ഭക്ഷിക്കണം, അങ്ങനെ വിശപ്പുള്ളവരായിട്ട് മാറണം. എന്തിനോടുള്ള വിശപ്പ്? ഫുഡിനോടാണോ? അല്ല. ഐസ്ക്രീമിനോടാണോ? അല്ല. എന്തിനോടുള്ള വിശപ്പ്? വചനത്തോട്. അപ്പോൾ എന്നും രാവിലെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു വചനമെങ്കിലും ബൈഹാർട്ടായിട്ട് പഠിക്കുക. അപ്പോൾ ആ വചനം അന്ന് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോയുടെ വചനം നമ്മൾ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ അത്രമാത്രം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശക്തി ഈശോ നമുക്ക് നൽകും. കാരണം ഈശോയുടെ വചനം ജീവനാണ്, അത് ശക്തിയാണ്. അതുകൊണ്ട് ഈ ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളിലേക്കും എല്ലാ യുവജനങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ ഒന്ന് കൈകൂപ്പി പിടിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയുടെ ഒരു രൂപം മനസ്സിലൊന്ന് കണ്ട് ചേട്ടൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഉറക്കെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഉറക്കെ ചൊല്ലുന്നു, ഈശോയെ, വചനമായ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമേ. വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഈ കുഞ്ഞുമക്കളിലും ഞങ്ങളുടെ ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്കും ദൈവവചനത്തിൻ്റെ ശക്തി സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വചനത്തെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളും വചനത്തെ സ്നേഹിക്കുന്ന മക്കളായി തീരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഉറക്കെ പറഞ്ഞേ, ആമേൻ. പതിയൊന്ന് കണ്ണു തുറക്കാം. ഒന്ന് ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നടുത്തിരിക്കുന്ന ആൾക്ക് ചിരിച്ചുകൊണ്ട് പറയാം, വചനത്തെ സ്നേഹിക്കുക, ഈശോ നിന്നെ സംരക്ഷിക്കും. പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ മനോഹരമായിട്ടുള്ളൊരു വചനത്തെ ധ്യാനിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വചനമാണത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ അറിവിനേക്കാൾ കൂടുതലായി ദൈവവചനത്തിൻ്റെ അറിവ് കൊണ്ട് നിറയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിനെല്ലാം അനുഗ്രഹം അഭിഷേകമായിട്ട് മാറട്ടെ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു വചനം നമുക്ക് ധ്യാനിക്കാം. ഈശോ അതുവരെ നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.